സുഹൃത്തുക്കളെ, എനിക്കെതിരെ ഒരു കമന്റ്, അതിലേക്ക് ഞാൻ വരാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, മാതൃകയാവേണ്ട കല്യാണം പരിധി വിടുമ്പോൾ പ്രതികരിക്കാൻ ഭയപ്പെടുന്നവർ. ആ വീഡിയോക്കാണ് ഈ കമന്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, എനിക്ക് കിട്ടിയൊരു വീഡിയോ, ആ വീഡിയോ ഞാൻ അവിടെ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വരും. ഇത് നമുക്കിങ്ങനെ വായിക്കാം. AP വിഭാഗത്തിന്റെ മൊയന്ത് വന്നു. പാണക്കാട് തങ്ങന്മാരെ EK വിഭാഗം പണ്ഡിതന്മാരും പച്ചിറച്ചി തിന്ന് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മൊയന്ത് വന്നു. ആദ്യം ചങ്ങായി എന്റെ AP വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആദ്യം പോയി നന്നാക്കാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ. ആരും ഇവിടെ തികഞ്ഞവരല്ല. പറയുന്നത് കേട്ടാൽ നിന്റെ AP വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം കൊണ്ടും തികഞ്ഞ ആളുകളാണ് എന്ന് തോന്നിപ്പോകും. എനിക്ക് വേറെ പണിയൊന്നുമില്ല മൊയന്തേ, നിന്നെ യൂട്യൂബിൽ കാണുക തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഈ എഴുതിയ ആളെ പേര് സയ്യിദ് മഹബൂബ് എന്നാട്ടോ. അപ്പോൾ എന്തായാലും എന്നെ കുറിച്ചാണല്ലോ, വ്യക്തിപരമായിട്ടാണ് ഇങ്ങനെ എഴുതി വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഏതായാലും ഇയാൾ ഇത്രയൊക്കെ എന്നെ കുറിച്ച് മൊയന്ത് എന്നൊക്കെ എഴുതി വിട്ട സ്ഥിതിക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ, അപ്പോൾ അതിന്റെ താഴെ ഒന്നും കൂടെ വ്യക്തമായിട്ട് വീണ്ടും ഒരു കമന്റ് കൂടി ഇട്ടതാട്ടോ. ഇത് അന്നെയാണ് കോന്ത മൊയന്ത് യെസ് വിളിച്ചത്. നീ അല്ല EK വിഭാഗത്തെ പച്ചിറച്ചി തിന്ന് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവൻ. ആദ്യം ചങ്ങായി എന്റെ AP വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോയി നന്നാക്കാൻ നോക്ക്. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി എടുത്തിട്ട് വീണ്ടും രണ്ടാമതൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ എനിക്ക് എഴുതിയിട്ടുണ്ട്, നമുക്കുള്ള മറുപടി വീഡിയോ തന്നെ വരുന്നുണ്ട്. ആരാണ് മൊയന്ത് എന്ന് പറയാൻ ഇനിയും വാ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവ എന്റെ യൂട്യൂബിന്റെ വരുമാനം എന്നെ മൊയന്താക്കിയൊക്കെ ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ഇവന്റെ പ്രൊഫൈൽ ഞാനൊന്ന് കയറി വെച്ചു. അപ്പോൾ ഇവൻ 27 കമന്റുകൾ എന്റെ പല വീഡിയോകൾക്കായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് അത്ര ഇയാൾക്ക്. എന്നിട്ട് നോക്കണം, നോക്കി നിങ്ങൾ ഇവിടെ കാണാം, നമുക്ക് 27 കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതും ഇത്തരം വീഡിയോകൾ ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ താഴെയാണ് ഇങ്ങനത്തെ കമന്റുകൾ ഇടാറുള്ളത്. നോക്കി നിങ്ങൾ. അപ്പൊ 27 കമന്റ് ഇട്ട് ഓനിക്ക് എന്റെ മുഖം കാണുന്നത് പോലും വെറുപ്പാണ് എന്ന് പറയുന്ന ഓനിക്ക് എന്നെ ബ്ലോക്ക് ചെയ്താൽ പോരെ? എന്തിനടങ്ങനായിട്ട് എന്റെ വീഡിയോ കാണണം ഓന്? എനിക്ക് കണ്ടന്റ് കിട്ടുന്ന വിഷയങ്ങൾ ഞാൻ കണ്ടന്റ് ആക്കി തന്നെ എടുക്കുന്ന തന്നെ കൂട്ടിക്കറ്റി. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഞാൻ വീഡിയോ ചെയ്താലും എനിക്ക് പ്രശ്നം. ഇവിടെ ഞാൻ ആ വീഡിയോ ചെയ്യാനുള്ള കാരണം തീർച്ചയായും എനിക്ക് കിട്ടിയൊരു വീഡിയോ, ആ വീഡിയോന്റെ ആ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന വീഡിയോ ആണത്. നോക്കൂ നിങ്ങൾ, ഷജറ മരം എന്നാ കൊടുത്തിട്ടുള്ളത് ഇവിടെ. ഈ ഷജറ മരം എന്ന് പറയുന്നത് ആരുടെ ഫേസ്ബുക്കാണ്? ഇതിൽ വരുന്ന വീഡിയോ ആർക്ക് അനുകൂലമായിട്ടാണ്? ഇത് AP വിഭാഗക്കാരല്ല, ഇത് ഷജറ എന്ന് പറയുന്ന EK വിഭാഗത്തിൽ തന്നെ പെട്ട മറ്റൊരു ടീമാണ്. ഇവര് തന്നെയാണ് ഇത്തരം വീഡിയോകൾ കാര്യങ്ങൾ പറയുന്നത്. അതെടുത്താണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. വെറുതെ AP വിഭാഗത്തിന്റെ രംഗത്ത് കയറാൻ നിൽക്കണ്ട. AP വിഭാഗത്തിന്റെ എവിടെയും നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും വീഡിയോ ചെയ്തിട്ടില്ല, ആരും വന്നിട്ടുമില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ആണ് കാണുന്നത്. അതിന്റെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഞാൻ മാത്രം പ്രതികരിച്ചാണോ പ്രശ്നം? ഞാൻ അവിടെ എന്റെ കാര്യങ്ങൾ പറയാനുള്ളത് അവിടെ പറഞ്ഞു. ഇനി നിങ്ങൾ കാണേണ്ടത്, ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാട്ടോ, എങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കരുതിയതല്ല. ഇവിടെ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അവർ നിരന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിന്റെ പോലെ മൂപ്പര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ വായിക്കാം. ഇതല്ല രസത്തിന്റെ കമന്റ് ബോക്സിലേക്ക് നമ്മൾ വരണം. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ആദ്യം വായിക്കുന്നത്. നമുക്കിതിങ്ങനെ വായിക്കാം. അസ്സലാമു അലൈക്കും പ്രിയരെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പ്രിയപുത്രൻ സയ്യിദ് അഹമ്മദ് രാജി അലി ഷിഹാബും കൊയിലാണ്ടി നൗഫൽ ഹൈദ്രോസി തങ്ങളുടെ പുത്രി ഫാത്തിമ റൂഹിയും തമ്മിലുള്ള വിവാഹം വളരെ മംഗളമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഈ സന്തോഷവേളയെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിച്ച എല്ലാവരോടും പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നാഥൻ ഏറെ സന്തോഷം നിറഞ്ഞ കുടുംബ ജീവിതം അവർക്ക് പ്രാധാന്യം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കളുടെ ശോഭനമായ കുടുംബത്തിൽ ജീവിതത്തിനായി നിങ്ങളെല്ലാം പ്രാർത്ഥനകളിൽ ഇടമുണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, സയ്യിദത്ത് സജിന സഖാഫ്. ഇവിടെ ഇത് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ പോസ്റ്റാണല്ലോ. അപ്പൊ അതിന്റെ താഴെ വന്ന കുറച്ച് കമന്റുകളാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതിൽ മുഴുവനായിട്ടൊന്നും ഞാൻ വായിക്കില്ല, കാരണം അത്ര പോലും ആ രീതിയിൽ കമന്റ് തങ്ങൾക്ക് ആളുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കണം, നോക്കി നിങ്ങൾ. ഇതാണ് കമന്റ് തുടങ്ങുക. ഊക്കലും ഉപദേശവും ഒരുമിച്ച് വേണ്ട. നോക്കി നിങ്ങൾ നോക്കണം. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഓരോ കമന്റുകൾ വരികയാണ്. നോക്കിക്കോളി എന്തൊക്കെയാണ് കമന്റ് വരുന്നത് എന്നുള്ളത് ഇവിടെ വായിക്കാം. ഇത് എന്നെ കൊണ്ട് വെറുതെ എടുത്തിടിപ്പിച്ചതാട്ടോ. ഇവിടെ അയാൾ പറഞ്ഞ മാതിരി ഇനി യൂട്യൂബ് കണ്ടന്റ് ആണെങ്കിൽ അങ്ങനെ കൂട്ടാ ഇവർക്ക് ഇപ്പൊ അതാണല്ലോ വിഷയം. അപ്പൊ നോക്ക്, ഓരോ നിബടങ്ങൾ തന്നെ വായിക്കുക എന്താന്നുള്ളത്. ഇത് ഒരുപാട് കമന്റുകൾ ഉണ്ട്. ഭൂരിഭാഗം ഏതാണ്ട് ഇതിലൊരു 97% എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രയും കമന്റുകൾ ഈ തങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഇവിടെ ഇങ്ങനെ വായിക്കേണ്ടി വരും. കണ്ടോ, തങ്ങളുടെ കുന്തം ചാരിയും ചെരിഞ്ഞും വെക്കാം
1000 മഹലുകളുടെ കാതിയുടെ സ്ഥാനത്ത് നടന്ന മാതൃക കല്യാണ മാമ്പാങ്കം ഇങ്ങനെ പോകുന്ന കമ്മിറ്റികൾ. ഇത് മാത്രമല്ല, സമൂഹത്തിൽ മാതൃക കാട്ടേണ്ട നിങ്ങളെ പോലുള്ളവർ കിട്ടിയത് ദൂരത്ത് വളരെ മോശമായ സന്ദേശമാണ് നൽകിയത്. ഇനിയുള്ള കല്യാണങ്ങളും ശ്രദ്ധിക്കുമല്ലോ എന്ന്. നോക്ക് നിങ്ങൾ, ഇത് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്. ഇതിൽപ്പെട്ട ഒരു ഒറ്റ അഭിപ്രായമാണ് ഞാനൊരു വീഡിയോ ഒക്കെ ഇവിടെ പുറത്തുവിട്ടിട്ടുള്ളൂ. അതിനാണ് മൂപ്പർ എന്നെ മൊയന്ത എന്ന് പറഞ്ഞിട്ട് വന്നിട്ട്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീണ്ടും ഇടേണ്ടി വന്നത്. നോക്ക് നിങ്ങൾ, ഇത് ജനങ്ങളുടെ ഒരു പൊതു അഭിപ്രായമാണ്. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ കാണാൻ പറ്റും. ആ കല്യാണങ്ങളൊക്കെ നടന്നാൽ അതിൽ ചിലപ്പോൾ അറിവില്ലാത്തതിന്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ ആളുകൾ ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരും ഇങ്ങനെ ചെയ്യാതിരിക്കാം. അതിലൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ പല ഉസ്താദുമാരും പ്രാസംഗിക്കലും അങ്ങനെയൊക്കെ പലതും നമ്മൾ കാണാറുണ്ട്, അല്ലെ? പക്ഷെ ഇപ്പോ ഇങ്ങനെ എല്ലാം അറിവുള്ള ആൾക്കാർ, മഹലുകളുടെ നേതൃസ്ഥാനത്ത് കാതി സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോലും ഇവർ മാതൃക കാണിക്കേണ്ടവരാണ് ഈ പൊതുസമൂഹത്തിന്, അല്ലേ? ഇനി വലിയ കല്യാണങ്ങളൊക്കെ സാധാരണത്തിൽ ആളുകൾക്ക് നടത്തേണ്ടി വരും. അവർ നടത്തിക്കോട്ടെ, കൂടുതൽ ആളുകളെ വിളിച്ചോട്ടെ, വന്നോട്ടെ, അതൊന്നുമല്ല പ്രശ്നം. ഇനിയിപ്പോ കുറച്ചൊക്കെ ആഡംബരവും ആവാം അത്ര കല്യാണങ്ങൾ, അതിനൊന്നല്ല നമ്മൾ വിമർശിക്കുന്നത്. ഞാൻ വിമർശിക്കുന്ന കാര്യം, ഇതിൽ കുറെ ആൾക്കാർ ആ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറയാൻ കാരണം, ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് ചില റീലുകൾ കണ്ടു. അതെനിക്ക് വളരെ വേദന തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. അതങ്ങനെ കണ്ടിരിക്കാനിട്ട് ഒന്നും പറയാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഏത് രീതിയിൽ കണക്കൂട്ടിയാലും വേണ്ടില്ല, കണ്ടന്റിൽ കണക്കൂട്ടിയാലും വേണ്ടില്ല, എന്ത് രീതിയിൽ കണക്കൂട്ടിയാലും വേണ്ടില്ല. യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കണ്ടന്റും അതുപോലെ തന്നെ ആഡ്സും ഇതൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ ഇല്ലാതെയും വീഡിയോ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ അവരുടെ താല്പര്യങ്ങൾ ഉണ്ടോ. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, വിവാഹം പള്ളികളിൽ ഒതുക്കണം എന്ന് പറഞ്ഞ അതേ ആളുകൾ ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് പൊതുസമൂഹം എടുത്ത് ആ പഴയത് ഇങ്ങനെ കൊടുത്ത് വീണ്ടും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ ആളുകൾക്ക് ചിലപ്പോൾ വലിയ കല്യാണം നടത്തേണ്ടി വരും. പക്ഷെ അതിനപ്പുറമുള്ള ഒരുപാട് ഇസ്ലാമികപരമായി തെറ്റി എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വരെ ആ വീഡിയോയിലെ പല റീൽസിലും പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനധികം പറയണം, വധുവരന്മാര് സെറ്റാണ്, ഓക്കെ ആണ് എന്ന് പറയുന്ന അവരുടെ വോയിസ് അടക്കം പുറത്തു വരുന്ന വീഡിയോസ് വരെ കാണാനിടയായി. ഇത് വരുന്നത് എവിടുന്നാണ്? അതാണ് നമ്മൾ വേദനപ്പെടുത്തുന്നത്. സാധാരണ കുടുംബത്തിൽ നിന്നല്ല. ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയാണ്, ഈ വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. വീണ്ടും ഈ വിഷയം ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. എന്റെ മാത്രം അഭിപ്രായമല്ല, ഇവിടെ വരുന്ന കമന്റുകൾ വിളിച്ചു പറയും ഇത് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം. കാരണം നേതൃത്വം ആളുകൾക്ക് മാതൃക കാണിച്ചു തീർക്കേണ്ട ആളുകളുടെ വീട്ടിൽ ഈ രീതിയിലായാലും എന്ത് ചെയ്യും ബാക്കിയുള്ളവര്? ശതമാനം നെഗറ്റീവാണ് തങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലേ എന്ന് എഴുതിയിട്ടിട്ട് കണ്ടോക്കെ. ഇതാണ് കഥ. അപ്പൊ ആളുകൾ തന്നെ പറയാണ്, മൊത്തത്തിൽ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ജനങ്ങൾക്കൊക്കെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ള കാലമാണല്ലോ, അല്ലെ? എല്ലാവർക്കും എല്ലാതും ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുകയാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ നിങ്ങൾ AP വിഭാഗത്തിനൊക്കെ ഇതിൽ പറഞ്ഞു. ഇവിടെ ഒരാളുടെ പ്രൊഫൈൽ പിക്ചർ ശ്രദ്ധിച്ചോ? സമസ്ത EK വിഭാഗത്തിന്റെ അവരുടെ സമ്മേളനത്തിന്റെ ചിഹ്നം ഉണ്ടല്ലോ, അതാണ് നമ്മളോട് കാണുന്നത്. അപ്പൊ ആ പ്രൊഫൈലൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പൊ ഇതിൽ മുഴുവൻ ആൾക്കാരും AP-കാരാണെന്നൊന്നും പറയാൻ നമ്മൾ റെഡിയല്ല, കമന്റ് ഇട്ടവര്. അപ്പോ സമസ്ത EK വിഭാഗത്തിന്റെ ആളുകളൊക്കെ ഇതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, അല്ലെ? ഇത് വെറും AP വിഭാഗത്തിന്റെ തലയിൽ മാത്രം വെച്ചിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാനൊരു AP വിഭാഗം അനൂല്യ പറഞ്ഞു എന്നുള്ള നിലക്ക് ആ രീതിയിൽ ചിത്രീകരിക്കും വേണ്ട. ഇതില് പ്രതികരിക്കണം എന്ന് തോന്നിയ ആൾക്കാരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ പഠിച്ചത് എന്താണ്? അതിനെതിരെ കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയുമോ? അതും കാലിയായിട്ട് നിൽക്കേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ എന്തായാലും ഭൂരിഭാഗം കമന്റുകളും, അപൂർവം കമന്റ് മാത്രമേ ഉള്ളൂ അൽഹംദുലില്ലാഹ് ആമീനും ദുആ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിൽ കാണുന്നുള്ളൂ. എന്തായാലും ഇനിയെങ്കിലും ഒരു പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കട്ടെ ചെയ്യുന്നത്, അത് മാത്രമേ പറയാനുള്ളൂ. നമുക്കൊക്കെ പലപ്പോഴും വേദന തോന്നിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ. ഇനി ഈ കമന്റ് ഇട്ട് ഞാൻ ഉണ്ടല്ലോ, അവനോട് പറയാനുണ്ടെങ്കിൽ അടുത്ത ടീമായ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, എന്റെ വീഡിയോ സഹിതമാണെങ്കിൽ കൊടുത്തിട്ട് ഹാജരാക്കിയിട്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തേ ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കമന്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. തൽക്കാലം നിർത്തട്ടെ, ഒട്ടുന്ന. അപ്പോ ഈ തങ്ങളിട്ട ഈ FB പോസ്റ്റിന് താഴെ നിങ്ങൾ തന്നെ പോയിട്ട് നോക്കുക. അപ്പോൾ കമന്റുകൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.